ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയാണ് സിപിഐഎമ്മിന്റെ ലക്ഷ്യമെന്ന് NK പ്രേമചന്ദ്രൻ MP. സംഘപരിവാറിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് A. റഹീം MP. ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് ഇടതു വലത് മുന്നണികളുടെ ശ്രമമെന്ന് BJP നേതാവ് MT രമേശ്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. CPIM-ഉം BJP-യും ഒരുപോലെ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായാണ് NK പ്രേമചന്ദ്രൻ MP ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. വർഗീയ പരാമർശങ്ങളിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് CPIM ശ്രമിക്കുന്നത്. AK ബാലന്റെ പരാമർശം ഇതിന്റെ തെളിവെന്നും NK പ്രേമചന്ദ്രൻ. കേരളത്തിലൊരു മതപരമായ വിഭാഗീയത സൃഷ്ടിച്ച് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇന്ന് കേരളത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലപാടെന്ന് പറയുന്നത് ഏതാണ്ട് BJP സ്വീകരിക്കുന്ന അതേ സമീപനം തന്നെയാണ്. AK ബാലന്റേത് വ്യക്തിപരമായ പരാമർശമാണെന്നായിരുന്നു A. റഹീം MPയുടെ മറുപടി. കേരളത്തിൽ UDF സർക്കാരുകളുടെ കാലത്താണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതെന്നും മതവും ജാതിയും പറയുന്നത് കോൺഗ്രസ് ആണെന്നും A. റഹീം ആരോപിച്ചു. അദ്ദേഹം നടത്തിയ വ്യക്തിപരമായ പരാമർശത്തെക്കുറിച്ച് ഞാനല്ല, അത് പാർട്ടി എന്നുള്ള നിലയിൽ പിന്നീട് അത് പ്രതികരിച്ചേക്കും. എപ്പോഴെല്ലാം UDF കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. വർഗീയ കലാപങ്ങളില്ലാതെ എല്ലാ വർഗീയ ശക്തികൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ കാലത്ത് കഴിയുന്നുണ്ട്, UDF-ന്റെ ഭരണകാലത്ത് കഴിയുന്നില്ല. വർഗീയ കക്ഷികളെ ഒപ്പം കൂട്ടാൻ CPIM-ഉം കോൺഗ്രസും മത്സരിക്കുകയാണെന്ന് BJP നേതാവ് MT രമേശ്. ഇരു മുന്നണികൾക്കും ബദലാകാനാണ് BJP ശ്രമിക്കുന്നതെന്നും MT രമേശ്. സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ടിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയുള്ള പരിശ്രമം LDF-ഉം UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമൂഹത്തിന്റെ സ്വാധീനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും ഈ രണ്ട് പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാട് ആ സമൂഹത്തിലെ ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെയും സംഘടനകളെയും കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. BDJS-നും ജമാഅത്ത് ഇസ്ലാമിക്കും SDPI-ക്കും കേരളീയ സമൂഹത്തിൽ സ്വാധീനമില്ലെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പ്രതികരണം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റേത് സെക്യുലർ വോട്ടാണെന്നും ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നുവെന്ന പ്രചാരണം അനാവശ്യ ഭീതി പരത്തുന്നെന്നും ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവരുടെയൊക്കെ പുറകിൽ പോകുന്നതെന്നുള്ളത്. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഇവരെയൊക്കെ സ്റ്റേജിന്മേൽ കയറ്റിയിരുത്തുന്നതെന്ന്. ഇവർക്കൊന്നും വോട്ടില്ലാന്നേ. നമ്മൾ സമസ്തയുടെ സ്റ്റേജിലും കയറണ്ട, നമ്മൾ വെള്ളാപ്പള്ളിയെ കാറിലും കയറ്റണ്ട, അതിന്റെ ആവശ്യമില്ല. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണികൾ വർഗീയ കാർഡിറക്കി പ്രചാരണം നടത്തുന്നോ എന്നതായിരുന്നു 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലെ വിഷയം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.